ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് കോളേജിൽ ക്ലാസ് ഇല്ല. അപ്പോൾ പകരം എന്ത് ചെയ്യാൻ പറ്റും? ആർട്സ് ഡേ വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രാക്ടീസിന് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് അതിനു മുമ്പ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ ഒരുങ്ങിയതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻറ്റീൻ. ഇന്നത്തെ എൻ്റെ ഭക്ഷണം ഭട്ടൂരയാണ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കാൻ പോകുന്നത് സ്റ്റിച്ചിങ് സെൻറ്ററിലേക്കാണ്. ഒരു ചെറിയ കടയാണ്. അപ്പോൾ അവിടെ പോകുന്നു. ഈ ഒരു ബ്ലൗസ് തയ്ക്കുന്നു. ആ ആൻറ്റിയാണോ അവിടെ നിൽക്കുന്നത്? അക്കടെ ചൂടു. ഓക്കെ, ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് തയ്ക്കുന്ന ആൻറ്റി എത്തിയെന്നാണ് ബലമായ സംശയം. അങ്ങ് ദൂരെ ആ ആൻറ്റിയെ കാണാം. എനിവേ, അപ്പോൾ നമ്മളെന്താ എത്തിയേ? തുണി തയ്ക്കുന്നു. എന്ന് ഈ തുണി തിരിച്ച് തയ്ച്ച് കിട്ടും എന്നെനിക്കറിയില്ല. കാരണം ഇവിടെ അല്ലാതെ ഞാൻ എൻ്റെ നാട്ടിൽ തയ്ക്കാൻ കൊടുത്ത ഒരു തുണി 4 വർഷമായിട്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആഗ്രഹിച്ച് വാങ്ങിച്ച ലെഹങ്ക ഇതുവരെ ഇടാൻ പറ്റാത്ത ഒരു ഹതഭാഗ്യമാണ് ഗൈസ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കണം. ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ, കോളേജിൽ ഇടാനുള്ളതല്ലേ. എല്ലാവരും പ്രാക്ടീസിലാണ് ഗൈസ്. ഗൈസ് സ്മൈൽ. കണ്ടോ, സ്റ്റെപ്പ് കയറിക്കൊണ്ട് വന്നപ്പോൾ അവിടെ പാട്ട് ടീംസ് ഇരിക്കുന്നു. ടെൻഷനും ചുമരിലേറ്റി ചെയർപേഴ്സൺ അതാ. അവരുടെ ഏതാ പാട്? നല്ല ഒരു ഫ്ലവറൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. എന്നെ കാണിച്ചു. പക്ഷെ ഇതിനകത്ത് വണ്ടും പുഴുവൊക്കെ കാണും. അതാണ് ചേർന്ന് നിൽക്കാൻ പറ്റാത്തത്. സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് നാളത്തെ PH വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് വന്ന് കയറി ഒറ്റ ദിവസം ക്ലാസ് കഴിഞ്ഞു. നാളത്തെ എൻ്റെ സെക്കൻഡ് ക്ലാസ്സാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകാനായിട്ട് വീണ്ടും ഈ ലെക്ചർ എഴുതുകയാണ്. ഇതാണ് ആക്ച്വലി ഇവിടുത്തെ ഫോർമാറ്റ്. നമുക്കാണെങ്കിൽ സൂം ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ്. ഇതെല്ലാം എഴുതി കൊടുത്ത് പിന്നെ ക്ലാസ് ടീച്ചറിൻ്റെ സൈൻ വാങ്ങിക്കണം. അതിനുശേഷം നമ്മൾ ഓഫീസ് റൂമിൽ നിന്ന് സ്പെഷ്യൽ ഒരു പേരൊക്കെ എഴുതണം, അത് വാങ്ങിക്കണം. ക്ലാസ് ടീച്ചറിൻ്റെ മാത്രമല്ല, ഹോസ്റ്റൽ വാർഡൻ്റെ നമ്പർ സൈൻ വാങ്ങിക്കണം. പിന്നെ ഓഫീസ് റൂമിൽ കൊണ്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അത് ഒരു സ്ലിപ്പ് എഴുതി തരുള്ളൂ. അതുകൊണ്ട് ഹോസ്റ്റലിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശം ഈ പ്രൊസീജിയറൊക്കെ നാളെ രാവിലെ നടന്നു, അല്ലെങ്കിൽ പാടാണ്. പിന്നെ ക്ലാസ് 4:30 വരെ ഉണ്ട്. പിന്നെ 5 മണിക്കെങ്കിലും ഇറങ്ങിയാൽ 7 മണിക്കെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എത്തത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അത്രയ്ക്കുള്ളൂ.